തലസ്ഥാന നഗരിയിൽ ചെറു സിനിമകളുടെ വസന്തകാലത്തിന് തുടക്കമായി. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 54 രാജ്യങ്ങളിൽ നിന്നുള്ള 335 സിനിമകൾ പ്രദർശിപ്പിക്കും. ജൂലൈ 31 വരെ നീണ്ടു നിൽക്കുന്ന ഹ്രസ്വ ചലച്ചിത്രമേള കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായാണ് സംഘടിപ്പിക്കുന്നത്. 750ഓളം ഡെലിഗേറ്റുകളും 200-ലധികം വിദ്യാർത്ഥികളും ഇത്തവണ മേളയ്ക്കെത്തും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനസമൂഹങ്ങളുടെ പോരാട്ടവും അതിജീവനവും പ്രമേയമാകുന്ന സിനിമകളാണ് മേളയുടെ സവിശേഷത. പൊരുതുന്ന പലസ്തീൻ ജനതയോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് മേളയിലെ 4 പലസ്തീൻ ചിത്രങ്ങളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. പൊരുതുന്ന പലസ്തീനൊപ്പം എക്കാലത്തും ഈ കാലത്തും അടിയുറച്ച് അചഞ്ചലമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഒരർത്ഥത്തിൽ കേരളത്തിന്റെ ഐക്യദാർഢ്യം കൂടിയാണ് പലസ്തീൻ സിനിമകൾ ഈ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നരേഷ് ബേദി, രാജേഷ് ബേദി എന്നിവർക്കാണ് ലഭിച്ചത്. ബേദി ബ്രദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ഡോക്യുമെന്റേഷനിൽ നിർണായകമായ സംഭാവനകൾ ചെയ്തവരാണ്. Their work, characterized by its educational and conservation-centric focus, has profoundly influenced public understanding of India's natural history. വിഖ്യാത സംവിധായകൻ റൗൾ പെക്കിന്റെ ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആയിരുന്നു മേളയിലെ ഉദ്ഘാടന ചിത്രം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തെ പ്രമേയമാക്കുന്ന ചിത്രം ഈ വർഷത്തെ ക്യാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.